കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന തനിക്ക് അപമാനമുണ്ടാക്കി എന്ന് കാട്ടി കടകംപള്ളി സുരേന്ദ്രൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. 106 ദിവസമായി അതിനൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വി.ഡി. സതീശന്. ഇന്ന് കോടതിയിലെടുത്ത നിലപാട് എന്താണെന്നറിയാമോ? മലക്കം പറഞ്ഞു വി.ഡി. സതീശൻ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല കടകംപള്ളി സുരേന്ദ്രന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. പകരം മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മറ്റു വാർത്താ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമവും ഈ ഒരു കോടീശ്വരനെ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞിട്ടില്ല. വി.ഡി. സതീശൻ മാത്രമാണ് പുറത്തുവന്ന് പറഞ്ഞത്. ആ പറഞ്ഞതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു മാധ്യമവും കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക ശില്പപാളികൾ ഏത് കോടീശ്വരന് കൊടുത്തു എന്നറിയാമെന്ന് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല. അത് റിപ്പോർട്ട് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നു വ്യക്തിപരമായ ആരോപണമല്ല, പക്ഷേ ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമാണ്. മന്ത്രിക്കറിയാം ഏത് കോടീശ്വരനാണ് കൊടുത്തത്. പക്ഷേ ഇന്നിപ്പോൾ അതേ വി.ഡി. സതീശൻ 106 ദിവസം പറയുന്നു ഉന്നയിച്ചത് വ്യക്തിപരമായ ആരോപണമല്ല. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. എന്നിട്ടൊരു ഭാഗം കൂടി പറയുന്നു, ദേവസ്വം ബോർഡ് സ്വതന്ത്ര സ്ഥാപനമാണെങ്കിലും അംഗങ്ങളെ നിയോഗിക്കുന്നത് സർക്കാർ ആയതിനാൽ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് സതീശൻ കോടതിയിൽ വ്യക്തമാക്കി. ഇതാണ് രണ്ടാമത്തെ എൻ്റെ പോയിന്റ്. അവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ രാജിയല്ല ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്, വി.എൻ. വാസവന്റെ രാജിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വി.എൻ. വാസവൻ 2016 പിണറായി സർക്കാരിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്ത് ഈ പറയുന്ന ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നോ? വി.എൻ. വാസവൻ ദേവസ്വം മന്ത്രിയായി വരുന്നത് 2021 സ്വർണ്ണക്കൊള്ള നടക്കുന്നത് 2019 2021 വി.എൻ. വാസവൻ എന്ന ദേവസ്വം വകുപ്പിലെ മന്ത്രിക്ക് എങ്ങനെയാണ് 2019 കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ കഴിയുക? അതിന് വി.ഡി. സതീശൻ തന്ത്രപരമായി പ്രയോഗിക്കുന്നൊരു നാക്കുണ്ട്. അത് ഈ നവംബർ മാസം 5-ാം തീയതി ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്, 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണോ 2024 തിടുക്കപ്പെട്ട് പാളികൾ കൊണ്ടുപോയതെന്ന് സംശയിക്കണം. ആരാ പാളി കൊണ്ടുപോയത്? ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ ദേവസ്വം ബോർഡ് ഈ കമ്മീഷണറെ അറിയിക്കാതെയാണെങ്കിലും ബാക്കി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെയും പ്രൊസീജിയറുകൾ പാലിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. പക്ഷേ നോക്കൂ, ഇതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എവിടെയാ സ്ഥാനം? ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും രണ്ടും രണ്ടാണ് എന്നത് നമുക്കറിയാമായിരിക്കെ ദേവസ്വം മന്ത്രിക്കോ സർക്കാരിനോ ഈ ദേവസ്വം വകുപ്പിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനോ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിനോ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനോ അവകാശമില്ലെന്നിരിക്കെ എങ്ങനെയാണ് 2019 നടന്ന കൊള്ളയുടെ പേരിൽ 2021 ദേവസ്വം വകുപ്പ് മന്ത്രിയായ വി.എൻ. വാസവന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടി വരുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തിരിച്ചു ചോദ്യം വരില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് പോലും നൽകാതെ സഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സമരം പ്രഖ്യാപിച്ചത്.